ഇപ്പോൾ നമ്മുടെ ലക്ഷ്മി അനീഷിനോട് പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായ 100% സത്യമായ കാര്യമാണ്. ഇന്നത്തെ ടാസ്ക് കുളമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അനീഷ് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അവിടെ തനിക്കെന്തായാലും ഈ പറയുന്ന അപ്രൂവൽ കിട്ടിയില്ല, എന്നാൽ മറ്റുള്ളവർക്ക് കിട്ടണ്ട എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ച ആ ഒരു പ്രവൃത്തിയെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ലക്ഷ്മി ഇപ്പോൾ അനീഷിനോട് പറഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ എല്ലാവരും ആഹാരം കഴിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ആ ജ്യൂസിൽ ഒരു മുടി കിടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജ്യൂസിൽ മുടി കിടന്ന ഒരു ജ്യൂസ് കുടിക്കേണ്ട ഗതികേട് ഇവിടെ ആൾക്ക് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അപ്രൂവൽ കിട്ടില്ല. അതിന് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയ പരിപാടിയെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും എന്നാണ് ലക്ഷ്മി ഇപ്പോൾ അനീഷിനോട് ചോദിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, സത്യസന്ധമായി പെരുമാറുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ വിചാരിച്ചു. അത് എൻ്റെ തെറ്റ്. നിങ്ങൾ അങ്ങനെ ഒരാളല്ല. ഇന്നത്തെ ടാസ്ക് കുളമായെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ് മിസ്റ്റർ അനീഷ് എന്ന് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇതെല്ലാം ഇരുന്ന് കാലിമേ കാല് വെച്ച് ഒരു അഹങ്കാര ഭാവത്തിൽ അനീഷ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ടാസ്കിൽ അനീഷ് ആയിരുന്നു ഹീറോ എങ്കിൽ ഇന്നത്തെ ടാസ്ക് വന്നപ്പോൾ അനീഷ് വെറും സീറോ ആയിട്ട് മാറി. ഇന്നത്തെ ടാസ്ക് കുളമാക്കുന്നതിൽ അനീഷ് വഹിച്ച പങ്ക് ചെറുതല്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനീഷിന് ഇപ്പോൾ ഉള്ള ഫാൻസിൽ ഇടിവ് സംഭവിക്കാൻ അത് കാരണമാകും. ലക്ഷ്മി വളരെ മര്യാദയ്ക്ക് വളരെ മാന്യമായ ഭാഷയിൽ എന്താണ് അനീഷ് സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി കളിക്കാൻ സാധിച്ചാൽ അനീഷ് ഒരു പക്ഷേ കയറി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ലക്ഷ്മി ഇന്ന് അനീഷ് നൽകിയ ഉപദേശങ്ങൾ തീർത്തും വാലിഡ് ആയിരുന്നു. ഇന്നത്തെ ദിവസം അനീഷ് വളരെ മോശമായ രീതിയിലാണ് ഈ ടാസ്കിനെ അപ്രോച്ച് ചെയ്തത്.